123 ന്യൂസ് മലയാളം ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിനടുത്തുള്ള ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങൾക്ക് അത് വലിയ ദുരിതം സൃഷ്ടിക്കുന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായ വിശദമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഹക്കീം ഇന്ന് 123 ന്യൂസ് മലയാളം സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്നു. സാർ, പറയണം, എന്താണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കൃത്യമായിട്ട് ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ? സാർ, വലിയൊരു വിപത്താണ് ഇപ്പോൾ നിലമ്പൂർ വന്നു വഹിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA-യും അതുപോലെ ആര്യാടും ഷൗക്കത്തും ഒക്കെ തന്നെ അത് ജനകീയ പ്രശ്നമായി കൊണ്ടുവന്നാണ്ട് ജനങ്ങളുടെ ഒരു പ്രശ്നം തന്നെ ആയി മാറിയിട്ടുണ്ട്. ഈ ആന എത്തരത്തിലുള്ള വിപത്തുകളാണ് അവിടെ സൃഷ്ടിക്കുന്നത്? അവിടെ ആളുകളെ കൊല്ലേ വലിയ വിപത്ത് അത് തന്നെയല്ലേ, മനുഷ്യന്റെ ജീവനെയാണ് ഹനിക്കുന്നത്. നട്ടു വളർത്തി കൃഷി കൊയ്യാൻ നേരത്തുള്ള കൃഷിയിടങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു ആക്രമണത്തെ തടയുവാൻ ചെറുക്കുവാൻ തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ആരും ചെയ്യുന്നില്ല. പറയത്തക്കതൊന്നുമില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികളും പ്രതിപക്ഷ നേതൃത്വം ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോറസ്റ്റ് ഓഫീസ് കയറി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു PV അൻവറിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തതല്ല. പക്ഷെ അത് ഫോറസ്റ്റ് ഓഫീസ് തകർക്കണമെന്നല്ല, ആ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, അതായത് നിലമ്പൂരിനടുത്ത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത്? നിലമ്പൂരിലെ മിക്ക പ്രദേശങ്ങൾ, ഇപ്പം മയിലാടി, മണ്ണുപ്പാടം, എരഞ്ഞിമങ്ങാട്, എസ് വളവിൽ, ഏതൻ ഓഡിറ്റോറിയത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വരെ ആ കാട്ടാന ശല്യം ശക്തമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. കൂട്ടത്തോടെയാണോ അതോ ഒറ്റയ്ക്കാണോ? ഒരു കുട്ടിയാനകൾ കൂട്ടത്തോടെ ഉണ്ട്. ഏതായാലും അംഗസംഖ്യ അധികമല്ലെങ്കിലും അവരുടെ വിഹാര കേന്ദ്രം ആ ഭാഗങ്ങളെ മൊത്തത്തിലുണ്ട്. പകൽ സമയത്താണോ അതോ രാത്രി സമയത്താണോ ഇവരുടെ ശല്യം? രാത്രി എന്നില്ല, പകലെന്നില്ല, സർവ്വ സമയങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. സ്ഥലം MLA-യുടെ അഭിപ്രായം എന്താണ് പൊതുവായിട്ട്? MLA അതൊരു ജനകീയ പ്രശ്നം തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു അനങ്ങാപ്പാറ നയം പൊതുരംഗത്ത് ഫോറസ്റ്റിന്റെ ഭാഗത്തോ മറ്റോ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ കുറച്ച് കാലഘട്ടം മുമ്പ്, ഈ അടുത്ത കാലത്താണ് നിലമ്പൂരിൽ ഈ കാട്ടാന ശല്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. ഇതിനു മുമ്പൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ ഉൾവനങ്ങളിൽ മാത്രം വസിച്ചിരുന്ന കാട്ടുജീവികളാണ് കാട്ടാനകൾ. അവരെ ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് തത്വബോധമില്ലാത്ത ഫോറസ്റ്റ് വന നിയമങ്ങളാണെന്നാണ് നമ്മുടെ ജനപ്രതിനിധികളും അതിന്റെ ഓഫീസേഴ്സ് മുഴുവൻ പറയുന്നത്. അല്ല, ഒരു ഉദാഹരണം പറയാമോ? എന്താണ് ആ വന നിയമത്തിലുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു തത്വബോധമില്ലാത്ത വന നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയാമോ? അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ കാട്ടാനകളുടെ ഒഴുക്കിനെ പ്രവഹിപ്പിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അവിടെ ആ ചുറ്റുപാടുകൾ. എന്തിന് നാട്ടുകൂട്ടങ്ങളുടെയും ജനമധ്യത്തിൽ പോലും കാട്ടാനകൾക്ക് കുളം നിർമ്മിക്കുന്ന ഒരു പ്രവണത. വെള്ളം കുടിക്കാൻ ജനവാസമുള്ള സ്ഥലത്താണ് കാട്ടാനകൾക്ക് കുളം നിർമ്മിച്ചിട്ടുള്ളത്. അപഹാസ്യം. ഏകദേശം എത്രത്തോളം മരണങ്ങൾ ഈ ഒരു അടുത്ത കാലത്ത് ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാം? കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ സ്പഷ്ടമായിട്ടില്ല. ഈ ജനങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ തരത്തിലാണ് നടക്കുന്നത്? ഏതൊക്കെ രീതികളിലാണ് പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾ? എല്ലാ തലങ്ങളിലെ പ്രതിഷേധമുണ്ട്. ഇപ്പം ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ച്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കൂട്ടായ്മകൾ, പൊതുജനങ്ങളെ സമീപിച്ചുകൊണ്ടുള്ള അവബോധങ്ങൾ, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലപ്രാപ്തിയിൽ വരുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വരും കാലഘട്ടത്തിൽ ഇതിനെ തടയുവാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് എന്തെങ്കിലും അറിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കല്ലോ. കാരണം ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നവരല്ലേ ഏത് ഗവൺമെന്റ് ആയാലും. ജനങ്ങളെ പ്രശ്നങ്ങൾ തന്നെയല്ലേ എല്ലാവരും മുഖവിലക്കെടുക്കേണ്ടതും. ഇനി വരുന്ന ആളുകൾ നമുക്കത് നിരീക്ഷിക്കാം. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു നിലമ്പൂരിലെ ഇത്രയും ജനങ്ങൾ കൂട്ടത്തോടെ ഇങ്ങനെ ഒരു ദുരിതാവസ്ഥ നേരിടുമ്പോൾ അതെന്താണ് മറ്റു പത്രമാധ്യമങ്ങളിലേക്കൊന്നും വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കാത്തത്, അല്ലെങ്കിൽ വ്യാപിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇതിന്റെ പ്രധാന കാരണം ഇത് പൊതുവായിട്ടും ഇത് വനവാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രാന്തപ്രദേശങ്ങളുടെ ചില വിഷയങ്ങളാണിത്. അവരാണല്ലോ ഇതിന്റെ തിക്താനുഭവങ്ങൾ മുഴുവൻ പേറുന്നത്. കാരണം സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതം അനുഭവിക്കുന്നത് എന്നർത്ഥം. തീർച്ചയായും സാധാരണ ജനങ്ങളാണ് ഇതിന്റെ. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം അവിടെ ഭരണകർത്താക്കളാണെങ്കിൽ മറ്റുള്ളവരും നൽകുന്നില്ല എന്നുള്ളതാണോ അതിന്റെ ഒരു അർത്ഥം?
ഇത് ഇത്രമാത്രം രൂക്ഷമായി ഇത് ജനപ്രതിനിധികളും ജനങ്ങളും ഒരു പ്രക്ഷോഭ തലത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി അതിനൊരു പരിണിത ഫലം ഗുണകരമായിട്ടുണ്ടാവും എന്ന് നമുക്ക് നിരീക്ഷിക്കാം. അല്ല, എൻ്റെ ചോദ്യം വീണ്ടും ഇതാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ അതിനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വേണ്ടത്ര രീതിയിൽ സാധാരണക്കാർക്ക് ഒരു പ്രാധാന്യം അവിടുത്തെ ഭരണകർത്താക്കൾ നൽകുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഭരണകർത്താക്കളും ജനങ്ങളും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നാണ് ഈ പ്രശ്നത്തെ നേരിടേണ്ടത് എന്ന അഭിപ്രായം എനിക്കുള്ളത്. പക്ഷെ എന്തോ രാഷ്ട്രീയത്തിന്റെ ഒരു ചേരാത്ത രീതികൾ ഇതിനെ മുക്കിക്കളയുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഇല്ലാതിരിക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കില്ല. ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള പറയുന്നത്. ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒക്കെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? അവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ അവർ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അവരും മനുഷ്യരല്ലേ. കാട്ടാനകൾ വരുമ്പോൾ അതിന്റെ അല്ല, പ്രത്യേക എന്താ പറയുക, പരിശീലനങ്ങളൊക്കെ കിട്ടിയ ആളുകളായിരിക്കില്ല, അതിനുള്ള സാധന സാമഗ്രികളൊക്കെ അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കില്ല. അതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവർ ജനങ്ങളുമായിട്ട് എങ്ങനെ സഹകരിച്ച് നിൽക്കുന്നുണ്ടോ, അതോ അവർ അവരുടെ വഴിക്ക് മാറി നിൽക്കുന്നു? സാധാരണ ജനങ്ങൾ ഈ ദുരിതാവസ്ഥ നേരിടുന്നു, രാഷ്ട്രീയക്കാർ മറ്റൊരു വശത്ത് മാറി നിൽക്കുന്നു. ഇങ്ങനെ പലരും പലയിടങ്ങളിലായിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. ദുരിതം അനുഭവിക്കുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധി ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹർത്താൽ വരെ നിലമ്പൂർ മേഖലയിൽ ചില കുഞ്ഞു കക്ഷികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്നിരുന്നാലും ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കുള്ള ഫോർമുല തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തും ഫോറസ്റ്റിന്റെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, മനുഷ്യൻ കാട് കയ്യേറിയത് കൊണ്ട് വന്യജീവികൾ നാട് കയ്യേറാൻ തിരിച്ചിറങ്ങുന്നു എന്നുള്ളതാണോ? തീർച്ചയായും തെറ്റായ അങ്ങയുടെ ഒരു നിരീക്ഷണം. പണ്ട് വനങ്ങളിലേക്ക് ജനങ്ങൾ വിറകിനും മറ്റു എല്ലാ ആവശ്യങ്ങൾക്കും പക്ഷെ വലിയ വലിയ റിസോർട്ടുകളെ പോലുള്ള അല്ലെ സംവിധാനങ്ങളൊക്കെ ആ വനമേഖലകളിലോ പലയിടങ്ങളിലും വീടുകൾ, അതുപോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ മൊബൈൽ ടവറുകൾ ഇങ്ങനെയൊക്കെ വന്ന് മനുഷ്യന്റെ ഒരു വികാരം കൂടുതലായപ്പോൾ വന്യജീവികൾക്ക് കാട്ടിൽ നിക്കപ്പൊറുതിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് ഒരു പരിധിവരെ. അതാണ് ഞാൻ തിരുത്തുന്നത്. ഒരു കാലത്ത് ഈ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ വിറകിനും മറ്റു കാട്ടു സാമഗ്രികൾ ശേഖരിക്കുന്നു ഒക്കെ പോയിട്ടുണ്ട്. അന്നൊന്നും കാട്ടാനകൾ ആ പരിസരത്തെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാട്ടുപന്നികളും പക്ഷെ അന്നാരും കാടും മലയും നശിപ്പിച്ചിട്ടില്ലായിരുന്നു. വിറക് മരത്തിൽ നിന്ന് സാധാരണ രീതിയിൽ കൊഴിഞ്ഞു വീഴുന്ന വിറകുകൾ എടുത്തു പോരുന്നിടത്ത് ഇന്ന് മരങ്ങൾ വെട്ടിയെടുത്ത് പോരുന്നു, കുന്ന് ഇടിച്ചു നിരത്തുന്നു, അല്ലെങ്കിൽ പുഴ മലിനമാക്കുന്നു. അവർക്ക് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയെ ബാധിക്കുമ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്? അത് ശരിക്കും നമ്മൾ നിരീക്ഷിക്കപ്പെടേണ്ട, അതിൽ പഠിക്കേണ്ടുന്ന വിഷയമാണ്. കാര്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധമില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്നേക്കാളും 10 മടങ്ങ് ഘോര വനങ്ങളാണ് എൻ്റെ പക്ഷേ സ്ഥലത്തെ മുൻ MLA ആയിരുന്ന PV അൻവർ ഇതിനെക്കുറിച്ച് ശക്തമായിട്ട് ഒരു തവണ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറിയ സമയത്ത് നിലമ്പൂരിൽ വെച്ച സമ്മേളനത്തിൽ വളരെ ശക്തമായിട്ട് ഈ ഒരു കാട്ടാന ശല്യത്തെക്കുറിച്ചും കാട്ടിൽ ജീവിക്കുന്ന വന്യജീവികളെ കൊണ്ട് നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചൊക്കെ കൃത്യമായ നിലപാടുകൾ എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അത് വേണ്ട രീതിയിൽ ചെവി കൊണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആ വിഷയത്തെ ജനകീയമായി കൊണ്ടുവന്ന PV അൻവറും അടുത്ത കാലത്ത് ആര്യാടൻ പപ്പുട്ടി ഇപ്പം മിനിഞ്ഞാന്ന് വരെ ഞങ്ങൾ നിലമ്പൂരും പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ബോധവൽക്കരണം അതുപോലെ പദയാത്രകളൊക്കെ നടത്തി ഈ വിഷയം ജനങ്ങളിലേക്കും പൊതു സമൂഹത്തിലേക്കും ഗവൺമെന്റ് ശ്രദ്ധയിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പൊ അവിടെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് അല്ല മുനിസിപ്പാലിറ്റി ഇപ്പം ഇടതുപക്ഷത്തിന്റെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെ, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയാണ്? കൃത്യമായി എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഒരു കൃത്യമായ അറിവില്ല എന്നാണ്. അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് മുനിസിപ്പാലിറ്റി ഇടപെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞ ഒരു ജനകീയ ഭരണകൂടങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഗതി എത്രയും പെട്ടെന്നാവുന്നോ അത്രയും അധികം പ്രശ്നങ്ങളിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടേക്കാം എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഓക്കെ, ഹക്കീം സാർ കൃത്യമായിട്ട് നമ്മുടെ നിലമ്പൂരിനെ കുറിച്ചുള്ള ഒരു ചിത്രം തന്നെയാണ് നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ നൽകിയിട്ടുള്ളത്. 1, 2, 3 ന്യൂസ് മലയാളം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു.